മോദിയെ ഉത്തരം മുട്ടിക്കാനായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. പാർലമെന്റിൽ നിന്നുയർത്ത ബി.ജെ.പിയും കൂട്ടരും ഇത്തവണ കൂടുതൽ വിയർക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കയുമായുള്ള പുതിയ വ്യാപാര കരാർ ഇന്ത്യൻ കർഷകരെ വഞ്ചിക്കുകയാണെന്ന ആരോപണം ശക്തമാക്കുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് 5 സുപ്രധാന ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യങ്ങളിൽ മുഴച്ചു നിൽക്കുന്നത് കക്ഷി രാഷ്ട്രീയ വടംവലിക്കപ്പുറം നമ്മുടെ നാടിന്റെ അതിജീവനത്തെക്കുറിച്ചിട്ടുള്ള ആശങ്കകളാണ്. അതിൽ ആദ്യത്തെ ചോദ്യം നമ്മുടെ ക്ഷീരമേഖലയെക്കുറിച്ചാണ്. അമേരിക്കയിൽ നിന്ന് ജനിതക മാറ്റം വരുത്തിയ ചോളം പാറ്റിയ ശേഷം കിട്ടുന്ന DDG കാലിത്തീറ്റയായി ഇറക്കുമതി ചെയ്യാൻ പോവുകയാണ് ഇന്ത്യ. ഇത് ഇന്ത്യയിലെ കോടിക്കണക്കിന് ക്ഷീര കർഷകരെ ബാധിക്കില്ലേ? നമ്മുടെ തനതു തീറ്റക്രമങ്ങളെ തകർത്ത് നമ്മുടെ പാൽ ഉൽപാദനത്തെ അമേരിക്കൻ കാർഷിക വ്യവസായത്തിന്റെ ആശ്രിതത്വത്തിലേക്ക് തള്ളിവിടുകയല്ലേ സർക്കാർ ചെയ്യുന്നത്? ഇത് ചോദിക്കുമ്പോൾ രാഹുലിന്റെ മനസ്സിലുള്ളത് ദരിദ്രരായ കോടിക്കണക്കിന് ഇന്ത്യൻ കർഷകരുടെ മുഖമാണ്. നമ്മുടെ പാലിന്റെ ഗുണനിലവാരത്തെയും കർഷകന്റെ ലാഭത്തെയും ഈ കരാർ സാരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. മോദിയോടുള്ള രണ്ടാമത്തെ ചോദ്യം ജനിതക മാറ്റം വരുത്തിയ സോയാബീൻ എണ്ണയുടെ ഇറക്കുമതിയെക്കുറിച്ചാണ്. മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ലക്ഷക്കണക്കിന് സോയ കർഷകർക്ക് ഇതിലൂടെ എന്തു സംഭവിക്കും? കുറഞ്ഞ വിലയ്ക്ക് വിദേശ എണ്ണ വിപണിയിലെത്തുമ്പോൾ നമ്മുടെ കർഷകർക്ക് കിട്ടേണ്ട ന്യായമായ വില ഇല്ലാതാകില്ലേ? ഈ വിലയിടിവ് താങ്ങാൻ നമ്മുടെ പാവപ്പെട്ട കർഷകർക്ക് എങ്ങനെ സാധിക്കും? മോദിക്ക് ഇതിലും ഒരു ഉത്തരവും ഉണ്ടാകാൻ സാധ്യതയില്ല. വിദേശ കുത്തകൾക്ക് വേണ്ടി നമ്മുടെ കർഷകരെ കൊലക്കി കൊടുക്കാൻ മോദിക്ക് യാതൊരു മടിയുമില്ലെന്ന് പല തവണ തെളിയിച്ചതാണ്. കരാറിലെ അധിക ഉൽപ്പന്നങ്ങൾ എന്ന വ്യവസ്ഥയിലൂടെ പയർവർഗ്ഗങ്ങളും മറ്റു വിളകളും ഇറക്കുമതി ചെയ്യാൻ US-നെ അനുവദിക്കുമോ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. ഇതിനൊപ്പം വ്യാപാരേതര തടസ്സങ്ങൾ നീക്കുമെന്നതുകൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനിതക മാറ്റം വരുത്തിയ വിളകളുടെയും ദുർബലമായ സംഭരണത്തിന്റെയും ചുരുങ്ങിയ താങ്ങുവിലയുടെയും കാര്യത്തിലുള്ള നിലപാട് ഇന്ത്യ വീണ്ടും ലഘൂകരിക്കാൻ പോവുകയാണോ എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. താങ്ങുവിലയെക്കുറിച്ചും സംഭരണ സംവിധാനങ്ങളെക്കുറിച്ചും ഗൗരവകരമായ സംശയങ്ങളാണ് രാഹുൽ ഉയർത്തിയിരിക്കുന്നത്. അവസാനമായി ഒരിക്കൽ വാതിൽ തുറന്നു കൊടുത്താൽ എല്ലാ വർഷവും പുതിയ വിളകളുമായി ഇന്ത്യൻ വിപണി പിടിച്ചെടുക്കാനെത്തുന്ന അമേരിക്കയെ തടയാൻ എന്തു സുരക്ഷാ മുൻകരുതലാണ് നമ്മുടെ പക്കലുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട്. നമ്മുടെ കർഷകരെ സംരക്ഷിക്കാൻ ഇത്രയും കാലം ഒരു നടപടിയും എടുക്കാത്ത മോദിയും കൂട്ടരും ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിയർക്കുമെന്ന് ഉറപ്പാണ്. രാഹുലിന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കേവലം കർഷകരുടെ മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന ഓരോ ഇന്ത്യക്കാരന്റെയും അവകാശമാണ്. മിസ്റ്റർ മോദി, നിങ്ങൾ കർഷക സമരകാലത്തെ പോരാളികളെ ഇത്ര വേഗം മറന്നു എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. മറന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു മടയൻ കരാറിലേക്ക് നിങ്ങൾ പോകില്ലായിരുന്നു.